മക്കളെ രണ്ടാമത്തെ ഹോംവർക്കാണ് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ടൈപ്പാണ്. ഞാൻ മൂന്നാമത്തേലേക്ക് കടക്കുകയാണ്. 2 dice with the faces numbered from 1 to 6 are rolled together. What is the probability that possible sums that can be got? Which sum has the maximum possibility? അതായത് ചോദ്യം വായിച്ച് മനസ്സിലാക്കുക. ഡൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ല, നമ്മളെല്ലാവരും കളിച്ചിട്ടുള്ള മറ്റേ എണിയമ്പാമ്പും കളിച്ചിട്ടുള്ളതല്ലേ, അതിനകത്ത് ആ ഡൈസ് കണ്ടിട്ടില്ലേ അല്ലേ? കട്ട എന്ന് പറയും. അതിനകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലേ? ഒരു കട്ട എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. അത് ഒരു വട്ടം അല്ല ത്രോ ചെയ്തത്, 2 dice. അപ്പോൾ 2 വട്ടം എറിയുമ്പോൾ എന്തൊക്കെ പ്രത്യേകതകൾ വരും അല്ലേ? മൊത്തം ഏതൊക്കെയാണ് ഒരു ഡൈസിലുള്ള നമ്പേഴ്സ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. ഇതേപോലെ തന്നെ അടുത്ത കേസിലും എത്ര തന്നെയാണ്? 1, 2, 3, 4, 5, 6. മനസ്സിലായോ? ഇപ്പോൾ 2 ഡൈസ്. ഇത് ഒന്നാമത്തെ ഡൈ, ഇതാരാ ഡൈ 1, ഇതാരാ ഡൈ 1 കട്ട. ഇതിൽ മൊത്തം എത്ര പോസിബിലിറ്റി വരും? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും ടോട്ടൽ? ഇവിടെ 6 എണ്ണം, അവിടെ 6 എണ്ണം. സോ ടോട്ടൽ ബേസ് ചോദിച്ചാൽ എത്രയാണ്? 6 × 6 36 എണ്ണം വരും. കുഞ്ഞു മക്കളെ നമ്മൾ 36 എണ്ണം ഇപ്പോൾ എഴുതാൻ പോകും അല്ലേ? 36 എണ്ണം എഴുതിയിട്ട് വേണം അതിൻ്റെ സമ്മ് നമുക്ക് കാണാൻ. ഏത് സമ്മിനാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി എന്നാണ് ചോദ്യം. സോ നോക്കി, ഇവിടെ ഞാൻ 1 എറിയുമ്പോൾ ഈ കേസ് എല്ലാം വരാമല്ലോ. ഞാൻ ആദ്യം 1 എറിയപ്പോൾ അടുത്തോ എത്ര എണ്ണം വീണു? 1. ഇതിനർത്ഥം ഒന്നാമത്തേലും 1, രണ്ടാമത്തേലും 1. കുഴപ്പമില്ലല്ലോ. ഇവിടെ 1 എറിയുമ്പോൾ അപ്പുറത്തെ 2 വീഴും. ഇവിടെ ആദ്യത്തേലും 1 വീഴും, രണ്ടാമത്തേലും 3 വീഴും. 1 4, 1 5, അടുത്ത 1 6. മനസ്സിലായി? അതായത് ഇനി മനസ്സിലാക്കുക, 1 എറിയുമ്പോൾ അപ്പുറത്ത് 1, ഇവിടെ 1 എറിയുമ്പോൾ അപ്പുറത്ത് 2. ഇതിന് മീൻ ഇങ്ങനെ ആദ്യത്തേൽ 1 വീണും, രണ്ടാമത്തേൽ 5 വീണും. ഇതേപോലെ 2 തുടങ്ങാലും 2 1, 2 2, 2 3, 2 4, 2 5, 2 6. ഇങ്ങനെ എല്ലാം എഴുതണേ. അടുത്ത 3 1, 3 2. ഈ 3 2ന് മീൻ ഇങ്ങനെ ഒന്നാമത്തെ കട്ടയിൽ 3 വീണു, രണ്ടാമത്തെ കട്ടയിൽ 2 വീണു. 3 3, പിന്നെ 3 4. നിങ്ങൾ എഴുതി പോകണേ. 3 5, പിന്നെ ലാസ്റ്റ് 3 6. ഇതേപോലെ തന്നെ 4 1, 4 2, പിന്നെ 4 3, 4 4, 4 5, 4 6. കുഴപ്പമില്ലല്ലോ. അടുത്ത 5 1, 5 2, 5 3, 5 4, 5 5, 5 6. അടുത്ത കേസും 6 1, 6 2, 6 3, 6 4, 6 5, 6 6. ഇതിനെ മീനിങ് മനസ്സിലാക്കുക. ഇനി 6 6 എന്ന് പറഞ്ഞാൽ 6 4 മേടിക്കണം. ആദ്യത്തേൽ എറിഞ്ഞപ്പോഴും 6 വീണു, രണ്ടാമത്തേൽ എറിഞ്ഞപ്പോഴും 4 വീണു. ആണോ? 2 ഡൈസ് ഉണ്ട്. ആദ്യത്തെ എറിഞ്ഞപ്പോൾ എനിക്ക് 6 കിട്ടി, രണ്ടാമത്തെ എറിഞ്ഞപ്പോൾ 4 കിട്ടി. അപ്പോൾ മൊത്തം എത്ര ഡൈസ് ഉണ്ട്? 36 ഉണ്ട്. എന്നെ നോക്കി 36 ഉണ്ട്. ഇവരെല്ലാം സമ്മാണ് അല്ലേ? സമ്മ ഏതൊക്കെ വരാം? സമ്മ വരാവുന്ന കേസ് നോക്കി ഏതൊക്കെയാ? 1 1 കൂട്ടിയ 2. അങ്ങനെ ഇത് 2. എത്ര ഉണ്ട്? 12 വരെ ഉണ്ട്. നോക്കി 6 6 കൂട്ടിയ 12 അല്ലേ? 3 4 5 6 7 8 9 10 11. ഇതിൻ്റെ സമ്മ് നമുക്ക് നോക്കാം. സമ്മ് വരുന്ന എത്രയാണ് കൂടെ നോക്കാം. നോക്കൂ, സമ്മ് വരുന്നത് ഈ 2 വരുന്നതുണ്ടോ? 1 + 1 എത്ര? 2. ഇതല്ല വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. 1 + 1 2. ഈ 1 2 കൂട്ടി എത്രയാണ്? 3 അല്ലേ? 1 3 കൂട്ടി എത്രയാണ്? 4 5 6 7. 1 6 കൂട്ടി 7. ഞാൻ കൂട്ടുവാണേ. 2 1 കൂട്ടിയാൽ 3 4 5 6 7 8. കണ്ടോ? 2 6 കൂട്ടി 8. ഇതോ 4 5 6 7 8 9. കണ്ടോ? 3 6 കൂട്ടി 9. ഇവിടെയോ 5 6 7 8 9 10. 4 6 കൂടെ കൂട്ടിയാൽ 10. ഇവിടെയോ 6 7 8 9 10 11. ഇവിടെയോ 6 1 7 8 9 10 11. കുഴപ്പമില്ല. കേട്ടോ? 2 വരുന്ന ഒറ്റ കേസേ ഉള്ളൂ. 1 1. ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. കൺഫ്യൂഷൻ അല്ലേ? 3 വരുന്ന കേസ് നോക്കി. 3 വരുന്ന 1 2 ഉണ്ട്, 2 1 ഉണ്ട്. വേറെ ഇല്ലല്ലോ 3 വരുന്നത്. ഇപ്പോൾ 2 എണ്ണം, 2 കേസ്. ഈ 4 വരുന്നത് കേട്ടോ. 1 3 4 ആണ്, 2 2 4 ആണ്, 3 1 4. വേറെ ഇല്ലല്ലോ 4 ഇല്ല. 3 കേസ്. ഇനി 5 വരുന്നോ? ഇതേ 1 2 3 4 4 എണ്ണുള്ളൂ. 4 എണ്ണുള്ളൂ. 5 വരുന്ന അടുത്ത സമ്മ 6 വരുന്ന കേസ്. ഇത് 6 കേട്ടോ. ഇത് 6 ആണ്. ഇത് 6. 2 3 4 5 5 കേസ്. സമ്മ 7 വരുന്ന കേസ് ഉണ്ട്. സമ്മ 7 വരുന്ന 1 6 7 7 7 7 7 7. എത്രയാണ്? 6 എണ്ണല്ലേ നോക്കി. 1 2 3 4 5 6 അല്ലെ? 7 സമ്മ വരുന്ന 6 കേസ് കണ്ടോ. 1 6 2 5 3 4 4 3 5 2. ഇനി സമ്മ 8 വരുന്നു കണ്ടോ. 1 2 3 4 5. ഇനി ഞങ്ങൾ കുറഞ്ഞു പോവാം കേട്ടോ. 9 വരുന്ന കേസ് നോക്കി. 1 2 4 5 9 3 4. ഇത് 3 ആവും, ഇത് 2 ആവും, ലാസ്റ്റ് ആരാവും 1. കേട്ടോ. 12 വരുന്ന ഒരു കേസല്ലേ? 11 വരുന്ന നോക്കിയാൽ 1 2 3. കുഴപ്പമില്ലല്ലോ. ഇനി പ്രോബബിലിറ്റി ഇവിടെ പറഞ്ഞടാ. ഇത്
എത്ര എണ്ണമാണെന്നേ നമ്പർ. ഇനി പറഞ്ഞ പ്രോബബിലിറ്റി നോക്കി തോരന്നേ ഉള്ളൂ. അപ്പോൾ 1/36 മൊത്തം 36 ഇതാരാ 2/36, ഇതാരാ 3/36, ഇതാരാ 4/36, ഇത് 5/36. എണ്ണം വെച്ചിട്ടല്ലേ 6/36, 7/36. 7 ഇല്ലല്ലേ, 6 വരെ ഉള്ളൂ. 7 വരുന്നത് എത്രയാണ്? 1 2 3 4 5 6. പിന്നെ ഇതാരാ 5/36, ഇതാരാ 4/36, ഇതാരാ 3/36, 2/36, ലാസ്റ്റ് ആരാ 1/36. ഏറ്റവും കൂടുതൽ ആർക്കാന്നാണ് ചോദ്യം. ഏറ്റവും കൂടുതൽ വരുന്ന ആർക്കാ? സം 7 വരുമ്പോൾ 6/36. ഇതാണ് ഹൈയസ്റ്റ്. കുഴപ്പമില്ല, ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഓക്കെ.